അതാ ക്യാരക്ടർ, വിശ്വാസം. അത് കുത്തുവാളയാണ് അജേഷ് ഉണ്ടാക്കിയെടുത്താണ്. പി അജേഷ് എന്നൊരു സാധാരണക്കാരൻ ആയിട്ട് ബേസിലിനെ അവതരിപ്പിക്കുകയാണ്. ആ ക്യാരക്ടറിനെ യഥാർത്ഥ ലൈഫിൽ നിന്ന് കണ്ടെടുത്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ എപ്പോഴെങ്കിലും അയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ കലാസംവിധാനമായി നിന്ന സമയത്ത് അപ്പം സുധി ജിത്താണ് പറയുന്നത്, നമ്മുടെ സുഹൃത്ത് ജിത്തൻ്റെ സുഹൃത്താണ്. ഒരു സിനിമയാണ് ചെയ്യുന്ന ഒരു ആഗ്രഹത്തിന് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന കാലത്ത് ജിത്ത് പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു കഥ എടുത്തുകൂടെ, ജോഷിന് ഒരുപാട് ജീവിതത്തിൻ്റെ കഥയുണ്ടല്ലോ. അങ്ങനെയാണ് നമ്മൾ ഈ കഥയുമായി ദിയാർ ഇന്ദുവിൻ്റെ സമീപിക്കുന്നത്. പുള്ളി ഒരു 18 വർഷമായിട്ട് ഞാൻ വായിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ പുള്ളിയെ സമീപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തു. അതിൽ നിന്നെടുത്തൊരു കഥയാണ് ഈ 4-5 ചെറുപ്പക്കാർ എന്ന പുള്ളിയുടെ നോവൽ. അതിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ, ഞങ്ങളാണ് കല്യാണം നടത്താൻ പോയത്, ആ ജീവിത കഥയാണ് നമ്മൾ 4 ചെറുപ്പക്കാരായെന്ന് പുള്ളി എഴുതുകയും അത് നമ്മൾ പിന്നെ പൊന്മാൻ എന്ന സിനിമയിലേക്ക് മാറുകയും. ഈ പി അജേഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെപ്പോലെ നമ്മളെപ്പോലെ എല്ലാവരും ഉള്ളൊരു മനുഷ്യനാണ്, സമൂഹത്തിൽ ഉള്ളൊരു കഥാപാത്രത്തെയാണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പി അജേഷിനെ എല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. സാധാരണക്കാരൻ്റെ മോട്ടിവേഷൻ, സാധാരണക്കാരനെ എങ്ങനെ സിമ്പിളായിട്ടൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റും. ഈ 90കളിലെ അല്ലെങ്കിൽ 80കളിലൊക്കെ സിനിമയിൽ തൊഴിലിന് വേണ്ടി കഷ്ടപ്പെടുന്ന നായകന്മാരായിട്ടാണ് മോഹൻലാലും ജയറാമും ഒക്കെ ധാരാളം സിനിമകളിൽ വന്നിട്ടുള്ളത്. ഇത് പക്ഷേ തൊഴിൽ എന്ന് പറയുന്നത് ഞാൻ എങ്ങനെയും ജീവിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന പുതിയ തലമുറയുടെ ഒരു പ്രതിനിധിയാണ്. അതെ അതെ അതെ, അത് നമുക്ക് ഒരു മനുഷ്യനെ ആർജവം എന്നൊരു സാധനമാണല്ലോ അവനെ നിലനിർത്തുന്നത്. അപ്പോൾ അത് എൻ്റെ ജീവിതം തന്നെയാണ്. ഞാനൊരു പി അജേഷാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത്. അജേഷാണോ? അജേഷ്